ഓക്കെ കാണിക്കാനേ ഒരെണ്ണം കയറിപ്പിക്ക് അടുപ്പിച്ച് കാണിക്കണെങ്കിൽ ഓക്കെ 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 നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ മീൻകുളത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ പഴയ 2 വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് ചെയ്യാൻ, നിങ്ങൾ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മളന്ന് ആദ്യം മീനിട്ടത് നമ്മളാണ്ട് നവംബറിലാണ് നമ്മളിട്ടത്. ഇപ്പോൾ ഒരു 5 മാസം 6 മാസം അത്ര ആയിട്ടുണ്ട് ഏറ്റവും ആദ്യം ഇട്ടിട്ട്. നമ്മൾ പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മീനും കൂടെ കൊണ്ടിട്ടായിരുന്നു. അപ്പം ഇത്ര നാളായി. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് കമൻറ്റുകളിലൊക്കെ വന്നിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ ഒരു ഓക്സിജൻ പമ്പ് ഇതുവരെ വെച്ചിട്ടില്ലായിരുന്നു, ഒരു എയറേറ്റർ. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം വെക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് കുളമൊന്ന് വറ്റിച്ചിട്ട് മീനിന് എന്തോരം വലിപ്പമായി എന്നും കൂടെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് 5 മാസം കൊണ്ട് ഇത്രയൊക്കെയാണ് വളർച്ച എത്തിയെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലീനിങ്ങിലേക്ക് കാണിക്കാം. നമ്മളിപ്പോൾ തൽക്കാലം ഇതിൻ്റെ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെയായിട്ട്. കാര്യം ഇത് നിറച്ച വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഒരു 4 അടിയോളം ഇതിന് ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇതിൽ നിറഞ്ഞ് വെള്ളം കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടും ഇങ്ങനെ എപ്പോഴും വെള്ളം നിറഞ്ഞ് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ നിറഞ്ഞപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് സാധാരണ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു നമ്മളെങ്ങനെ അത് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല വേസ്റ്റൊക്കെ ആയിട്ട് കിടക്കാം. നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു മാസം കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് വീണ്ടും വറ്റിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കണ്ടില്ല, അതിൻ്റെ അടിയിലൊക്കെ വീഡിയോയിൽ എത്തുന്നവരും കാണാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ നല്ലോണം ചെളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ കുറേ ഇലകളൊക്കെ ചാടിയിട്ടുണ്ട്. കാര്യം നമ്മൾ വലയിട്ടായിരുന്നു, ആ വല കണ്ടില്ലേ. പക്ഷേ എന്നാലും നമ്മൾ തീറ്റ കൊടുക്കാനൊക്കെ മാറ്റി വയ്ക്കുന്ന സമയത്തോ നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി മാറ്റി വയ്ക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വേസ്റ്റ് വന്ന് അടിയും അതിനകത്ത്. അപ്പോൾ അത് മുഴുവൻ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നമ്മളിങ്ങനെ കുറച്ച് കാലം കൂടുമ്പോൾ ഒന്ന് ചെയ്യും. കുറേ മീനുകളൊക്കെ നിങ്ങൾക്ക് കാണാം, അതൊക്കെ അങ്ങനെ എയർ എടുക്കാനൊക്കെ ആയിട്ട് ഒന്ന് മേളിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വറ്റിക്കാൻ തുടങ്ങിയിട്ടാണ് കുറേ നേരമായി, ഒരു 1.5 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് ഇതിങ്ങനെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ 2 ഓസ് കൊടുത്തിട്ട് സൈഫൺ ചെയ്തേക്കുവാണ്. അപ്പോൾ ഇത് രണ്ടും വഴി ഇത് നമ്മൾ പറമ്പിലേക്ക് ഇട്ടേക്കുന്നു. ഇത് നമ്മൾ നമ്മുടെ മുറ്റത്തെ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓസ് വഴി. അപ്പോൾ ഇത് ചെറുതാണ്, കുറേശ്ശേ പോകുന്നുള്ളൂ. ഇച്ചിരി വലുതാണ്. ഇത് നമ്മൾ പറമ്പിലിട്ട് നമ്മുടെ തെങ്ങും വാഴയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മീനിൻ്റെ വേസ്റ്റൊക്കെ ചെന്ന് കഴിയുമ്പം ചെടികൾക്കൊക്കെ വളരാനായിട്ട് ഇച്ചിരി നല്ലൊരു വളമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ വേസ്റ്റെല്ലാം ഇങ്ങനെ കിടക്കുവാണല്ലോ, അത് ഈ സൈഫൺ അടിക്കുന്നതിൻ്റെ കൂടെ കയറിപ്പോകാൻ വേണ്ടി നമ്മൾ ഈ ടാങ്ക് മൊത്തത്തിൽ അങ്ങ് കലക്കി വിടുവാണ്. അതിനായിട്ട് നമ്മുടെ കയ്യിൽ ചെറിയൊരു ഉപകരണമുണ്ട്. ഇത് സിമ്പിൾ സാധാരണ പൈപ്പ്. അപ്പോൾ പൈപ്പ് നമ്മളിട്ട് കലക്കാൻ കുത്തി അതിനകത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടുതലെങ്ങാനും കൊണ്ട് അതിൻ്റെ എഡ്ജ് കീറാതിരിക്കാനായിട്ട് നമ്മളൊരു തുണി പിന്നിച്ചുകൊണ്ട് നന്നായിട്ട് നമുക്ക് കലക്കാനും പറ്റും. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുക. ഇതിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മീനുള്ള ഏരിയയിലാണെങ്കിൽ എല്ലാം കൂടെ ഇപ്പോൾ തെറിക്കും. മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമാണ്. ഇങ്ങനെ നമ്മളങ്ങ് കലക്കി കഴിഞ്ഞ് ഇത് ഫുൾ ചെളിയാവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ഈ ഒരു ലെവലിൽ കലക്കി വിടും. അപ്പോൾ പിന്നെ അത് ഈ സൈഫൺ വഴി കയറി അങ്ങ് പൊക്കോളും. അപ്പോൾ ഈ കലക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഇലയൊക്കെ ഉള്ളത് ചിലപ്പം ഈ ഓസുകൾ കയറി പോകും. അപ്പോൾ കുഞ്ഞ് ഓസാണെങ്കിൽ ചിലപ്പോൾ അത് അടഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. പിന്നെ ചെറിയ മീനുകളുണ്ടെങ്കിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ ഇങ്ങനെ വലിച്ചപ്പോൾ ഒരു കുഞ്ഞു മീൻ ഇങ്ങനെ കയറിപ്പോയായിരുന്നു. അതിനെ തെങ്ങിഞ്ഞോട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു സാധനം, ഒരു വല പോലെ എന്തെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ അതേസമയം നമ്മൾ ഈ സൈഡിൽ വല വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നതെങ്കിൽ, അതായത് ഇതിൻ്റെ ഈ എഡ്ജിൽ ഈ പൈപ്പ് കാണാവിടെ, ഈ പൈപ്പിൻ്റെ ഈ എഡ്ജിൽ നമ്മൾ വല വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കലക്കി കഴിയുമ്പോൾ ഈ വേസ്റ്റൊക്കെ വന്ന് ആ വലയിൽ അടിഞ്ഞ് അങ്ങോട്ട് വെള്ളം പോകില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വല വയ്ക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ തെങ്ങിൻ ചോട്ടിൽ വല വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ പറ്റിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ സൈഡൊക്കെ ചുമ്മാ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയാണ്. അപ്പം കണ്ടില്ലേ, ഈ ചെളിയൊക്കെ ഇത് മൊത്തത്തിലൊന്ന് കോരി കളഞ്ഞിട്ട് നമുക്ക് പുതിയ വെള്ളം നിറയ്ക്കണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. അവിടെയൊക്കെ ഇഷ്ടംപോലെ ചെളി ഇങ്ങനെ നിൽപ്പുണ്ടാവും.
അപ്പോൾ നമ്മൾ കോരി കോരി അവസാനം ഇപ്പോൾ വെള്ളം തീരാറായി, ഇച്ചിരി ഉള്ളൂ, അടിയിലത്തെ കുഴിയിൽ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പിന്നെ ബക്കറ്റിൽ കോരി എടുത്ത് തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഈ ബക്കറ്റിൽ കോരുന്ന കൂട്ടത്തിൽ നമുക്ക് ഇവന്മാരും കൂടെ എൻ്റെ കൂടെ കയറി പോന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു 4-5 പേരെ കിട്ടി. ഇവന്മാരെ വറുത്തടിക്കണോ അതോ തിരിച്ച് അങ്ങോട്ട് തന്നെ ഇടണോ എന്ന് തൽക്കാലം തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ബക്കറ്റിൽ കിടക്കട്ടെ. ഇനിയിപ്പം ഇതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ചെറിയ കുഴി പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേസ്റ്റ് വരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇപ്പോൾ വേസ്റ്റ് മുഴുവൻ വന്ന് അടിഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഇനി അങ്ങ് സക്ക് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റും കൂടെ അങ്ങ് പോകും. ഇവിടെ നമ്മൾ ആ ചെളിയൊക്കെ വീണ്ടും ശരിക്കും കഴുകി ഇറക്കുന്നതാണ് പടുതലിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, നമ്മൾ ചുമ്മാ നമ്മുടെ ഒരു മനസ്സുഖത്തിന് വേണ്ടി അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ എൻ്റെ മീനിൻ്റെ വലിപ്പമൊക്കെ നോക്കാൻ വേണ്ടി വീണ്ടും ഒന്നോടെ ആ കുഴി കിടന്ന മീനിനെ ഒന്ന് പുറത്തേക്ക് തട്ടിയിട്ട് നോക്കിയതാണ്. ഇതൊരു വാളയാണ് ഈ വന്നത്, ഒറ്റ വാളയുള്ളൂ ഇതിനകത്ത്. അതെങ്ങനെയോ ആ കൂട്ടത്തിൽ ഞങ്ങൾ മേടിച്ച കൂട്ടത്തിൽ അബദ്ധത്തിൽ കയറി വന്ന. ഇതാണ് പൊള്ളയിൽ ഏറ്റവും വലിയ മീൻ. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വീണ്ടും വെള്ളം അടിച്ച് നിറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പമ്പ് പിടിപ്പിക്കാനായിട്ട്. ഇതിപ്പോൾ ഇത്ര നേരം സക്ഷൻ അടിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ആ ചെളിവെള്ളം നമ്മൾ അടിച്ച് പുറത്തേക്ക് കളഞ്ഞ് നല്ല വെള്ളം വന്നു. അതെ, ഇപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം പോയി. ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാം. നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ പമ്പ് പിടിപ്പിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എയറേറ്റർ ഉണ്ടല്ലോ, അതിനകത്ത് വയ്ക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി അക്വേറിയത്തിലൊക്കെ വയ്ക്കുന്ന ടൈപ്പ് ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മീൻകുളത്തിന് പറ്റിയൊരു സാധനം മറ്റേ എയർ പമ്പ് പോലത്തെ അങ്ങനത്തെ സംഭവമല്ല. ഇത് ശരിക്കും അക്വേറിയത്തിൽ വയ്ക്കുന്നതാണിത്. പക്ഷെ നമ്മളതൊന്ന് വെച്ച് നോക്കാൻ പോകണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സംഭവം. ഇത് യൂസ്ഡാണ്. നമ്മുടെ ഒരു കസിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ എന്താണെന്ന് വെച്ചാൽ ഇത് ബോയു എന്ന് പറയുന്നൊരു മോഡലിൻ്റെ U9900 അതാണ് ഇതിൻ്റെ മോഡൽ നെയിം. കാണാമോ? ഇതാണ് എയർ പമ്പ്. ഇതിന് 3 സെറ്റിംഗ് ഉണ്ട്. ഹൈ, മീഡിയം, ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 ഫോഴ്സിൽ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ 2 ഔട്ട്പുട്ട് വാൽവുകളാണ് ഇതിനുള്ളത്. അത് നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് സിംഗിൾ വാൽവായിട്ടും കൊടുക്കാൻ പറ്റും. അങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ഇത് എടുക്കുന്നത്. പക്ഷെ നമ്മളവിടെ കൊടുക്കുമ്പോൾ മിക്കവാറും ഇത് ഡബിളാക്കി കൊടുക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇച്ചിരി വലിയ ടാങ്കുകളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 2 സൈഡിലുമായിട്ട് കൊടുക്കാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനത്തെ 2 സംഭവം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ മെഷീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ജസ്റ്റ് കുത്തിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം മാത്രം നോക്കാം. ഇത് സാധാരണ അക്വേറിയത്തിൽ വർക്ക് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ്, അത് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഇതുണ്ടത് നമുക്ക് ഇതിനകത്ത് ഇൻപുട്ട് വെള്ളം എടുത്തിട്ട് വെള്ളം ചീറ്റിക്കുന്ന അങ്ങനത്തെ സംഭവം അല്ല ഇത്. നമ്മൾ ജസ്റ്റ് കുത്തി എന്നിട്ട് നമ്മൾ ഇത് രണ്ടും നമ്മൾ ഇങ്ങോട്ട് വെക്കണം. നമുക്കിത് വേറെ വയർ കൊടുത്ത് ഓസ് കൊടുത്തിട്ട് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ടെസ്റ്റ് ചെയ്യാനായിട്ട് കണ്ടോ, നമ്മൾ സ്വിച്ച് ഇട്ടു, കുമിളകൾ വന്നു തുടങ്ങി. ഇത് ഈ രണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്, 2 സൈഡിലും കണ്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ 2 സൈഡിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അത് മതി തൽക്കാലം. നമ്മുടെ സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടല്ലോ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഈ 2 ഔട്ട്പുട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 ഔട്ട്പുട്ട് ഉണ്ട്. ഇത് 2 ടാങ്കിന് 2 സൈഡിലേക്ക് ഇട്ടാൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ ഓടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത്ര നാൾ നമ്മുടെ മീൻ ഓക്സിജൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അത് ഫുൾ ടൈം ഇങ്ങനെ മേളിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാമെന്ന് ആലോചിച്ചത് തന്നെ. അപ്പോൾ ഓക്സിജൻ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം മീനുകളിലുണ്ടോ എന്ന് നോക്കുന്നതും കൂടെയാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈപ്പ് മാറ്റങ്ങളൊക്കെ മീനിൽ ഉണ്ടാവുകയാണ്. മീനിൻ്റെ വളർച്ചയോടെയൊക്കെ ഒന്ന് മെച്ചപ്പെടുവാണെങ്കിൽ
നമുക്ക് സ്ഥിരമായിട്ട് ഇതും കൊടുത്താൽ ഇത് കൊടുക്കുമോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു പമ്പ് വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ തൽക്കാലം ഒരു ടെസ്റ്റിംഗ് നിലയ്ക്ക് നമ്മൾ ഈ സാധനം നമ്മൾ വെച്ച് നോക്കുവാണ്. ഇപ്പം ഈ നമുക്ക് മീൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും സമയങ്ങളിൽ മീൻ മേളിൽ വന്ന് എയർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ അങ്ങനെയല്ല, മീൻ അടിയിൽ കിടന്ന് വളരണം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ശാസ്ത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് വെച്ച് നോക്കുവാണ്. ഇനി ഈ സാധനം ഇത് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഇമ്മേഴ്സിബിൾ ടൈപ്പ് അല്ല. ഇത് ചെറിയ എന്തോ ഒരു IP റേറ്റിംഗ് ഉണ്ട് ഇതിന്. ഫ്ലാഷ് റെസിസ്റ്റൻ്റ് ആണെന്നാണ് പറയണത്. പക്ഷേ ചെറുതോതിൽ വെള്ളം തെറിച്ചാലൊന്നും കുഴപ്പമില്ലായിരിക്കും. പക്ഷേ വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്തായാലും വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനമല്ല ഇത്. അതുകൊണ്ട് നമ്മൾ പുറത്തെവിടെയെങ്കിലും സെറ്റ് ചെയ്യുന്നിട്ട് ചെറിയൊരു കവറൊക്കെ ഇട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എയർ കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് 2 സൈഡിലായിട്ട് വേണം ഇത് എയർ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാൻ പോകണം. അതിനകത്ത് ശകലമല്ല ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ അത് കൊടുക്കാൻ നമ്മൾ എന്തോരം നീളം വേണമെന്നൊക്കെ നോക്കുന്നതാണിത്. നമ്മൾ ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇത്രയും കൊടുത്ത്, ഇപ്പോൾ ഈ ഓസ് കിടക്കുന്ന പോലെ ഇത്രയും ലൂസ് കൊടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഇച്ചിരി അഡീഷണൽ ലൂസ് കൊണ്ട് കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈസിൽ നമ്മൾ രണ്ട് സൈഡിലേക്കും ഈ നീളവട്ടം കട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ പമ്പ്. നമ്മൾ തൽക്കാലം അവിടെ കൊണ്ട് വെച്ചു. നമ്മൾ ഈ 2 ഔട്ട്പുട്ട് ഉണ്ടായിരുന്നല്ലോ, അതിന് നമ്മളിതേ ഓരോ എക്സ്റ്റൻഷൻ ഹോസ് കൊടുത്തു. അങ്ങനെ അത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കും. ഇതെങ്കിലും നമ്മൾ 2 സൈഡിലായിട്ട് വയ്ക്കും, ഒന്ന് ഈ സൈഡിൽ ഒന്ന് ആ സൈഡിൽ. ഇത് അപ്പോൾ ഇനി ഇത് നമ്മൾ പിടിപ്പിച്ചിട്ട് നമുക്ക് ഓണാക്കിയാൽ മതി. അതിന് നമ്മൾ നമ്മുടെ ഓസിൻ്റെ അറ്റത്ത് ചെറിയൊരു വെയിറ്റ് കെട്ടി വയ്ക്കുകയാണ്, അത് താന്നിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അതെങ്ങാനും പൊങ്ങി വന്നാലോ. ഏറ്റവും അടിയിൽ നിന്ന് നമുക്ക് ഓക്സിജൻ കൊടുത്താലാണല്ലോ അതിൻ്റെ ഒരു മാക്സിമം ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെ എയർ പമ്പ് ഓണാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ കറണ്ട്, ഇത് മോട്ടറിൻ്റെ വയറെടുത്ത് നമ്മൾ കൂട്ടി വലിപ്പിക്കുകയാണ്. ഓണായി. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ടാങ്കിൻ്റെ 2 ഭാഗത്തുകൂടി ഓക്സിജൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീനുകളെല്ലാം തുള്ളി കളിക്കുന്നു, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചാണേഷാണ് ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും നാണം കാരണം വേണ്ടാന്ന് വെച്ച് അടുത്ത ആളെ കുറച്ച് നാണം കുറവുള്ള ഹോസ്റ്റിനാണ് വീഡിയോയിൽ സഹകരിച്ചിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ എയർ പമ്പ് പരിപാടി വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ എല്ലാം ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണിച്ചു. നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തു, പുതിയ വെള്ളം ഇട്ടു. അതിനുശേഷം നമ്മൾ പുതിയൊരു എയർ പമ്പ് ഫിറ്റ് ചെയ്തു. രണ്ടും വിജയകരമായിട്ട് 2 സൈഡിൽ നിന്നുമായിട്ട് നമ്മുടെ എയർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഏതാണ്ട് കുറച്ച് നാൾ ട്രയൽ അടിച്ച് നോക്കണം മീനുകളുടെ വളർച്ചയിൽ എന്തുമാത്രം മാറ്റം ഇതുകൊണ്ട് വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ മറ്റൊരു ഹയർ പമ്പിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഇത് നമ്മൾ ഹൈ മോഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും വലിയ കുളം അതിൻ്റെ ഇത്രയും മീനും ഉള്ളതുകൊണ്ട്. ഇവിടെ ആദ്യം പറഞ്ഞായിരുന്നല്ലോ 3 ഡിഫറെൻറ്റ് മോഡുണ്ടെന്ന്. അപ്പോൾ ഹൈയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പുതിയ എയർ പമ്പിൻ്റെയും നമ്മുടെ പഴയ ഫിഷ് ടാങ്കിൻ്റെയും വിശേഷങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പത്തെ 2 വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ എയർ പമ്പ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അപ്ഡേറ്റ് നമുക്ക് ഏതാണ്ട് 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് നോക്കിയിട്ട് ഇടാം. അപ്പോഴത്തേക്കും മിക്കവാറും ഇത് നിങ്ങളുടെ സൈസ് ഇപ്പോൾ കണ്ടല്ലോ, ഏതാണ്ട് ഈ സൈസിലൊക്കെയാണ് ഇരിക്കുന്നത്. ഒരു കൈപ്പത്തി സൈസിലൊക്കെ എത്തിയിട്ടുണ്ട്. പിടിച്ച് വറുത്തടിക്കാനുള്ള സൈസ് ആവുമായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ബാച്ച് മീനിനെ ഇറക്കാം. അപ്പോൾ ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്കൊരു സംഭവം ചെയ്യാനുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്ത കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മീനുകളെ കിട്ടിയായിരുന്നു. അത് നമ്മൾ അവിടെ ഒരു ബക്കറ്റിൽ എടുത്തു വെച്ചു. അപ്പോൾ അതുങ്ങൾ നമുക്ക് തിരിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് ഇടണം. ആ കാര്യം നിർവഹിക്കുന്നതിനായി ഞങ്ങളുടെ സന്തോഷ സഹചാരിയും നമ്മുടെ അയൽവകത്തെ പയ്യനും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തവരുമായ ചാണേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് മീൻ വളർത്തുന്നവർക്കൊക്കെ ഇത്തരം വീഡിയോകൾ സഹായകരമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി, നമുക്കറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇതേപോലെ മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ